ഇങ്ങനെ ഒരു പുതിയ തീരുമാനമെടുത്ത് ദൈവകൃപയിൽ ഒന്ന് ശക്തിപ്പെട്ട് ആത്മീയമായി ഒന്ന് വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വചനം കേട്ടൊന്ന് പുതുക്കം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് ഒരു പുതു തീരുമാനത്തോടെ ദൈവസഭയിൽ സമർപ്പിക്കുമ്പോൾ വിവിധങ്ങളായ പരിശോധനകളോ പ്രതികൂലങ്ങളോ ശാരീരികമായ ക്ലേശങ്ങളോ ഒക്കെ വന്ന് ആ തീരുമാനത്തിൽ നിലനിൽപ്പാൻ കഴിയാതെ വണ്ണം അതിൽ നിന്ന് നമ്മെ അത് പലപ്പോഴും ഒതുക്കിക്കളയുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയപ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിലെ ദൈവവചനത്തിലൂടെ നമ്മോട് അത് കൃത്യമായി ദൈവിക ആലോചന കൈമാറുകയാണ്. സ്തോത്രം. രാത്രി ജയമെടുക്കേണ്ടുന്ന ചില മേഖലകളിൽ ജയമെടുത്ത് വിജയശ്രീലാളിതരായി മടങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ലോകത്തിൽ ആ നിലയിൽ ദൈവം തന്റെ ജനത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് അവൻ പാപത്തിൽ അകപ്പെട്ടു. പാപത്തിന്റെ ശമ്പളമായ മരണം മാത്രമാണ് അവന് മുമ്പിൽ വിധിക്കപ്പെട്ടിരിക്കുന്നത്. നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടെന്ന് അവനെ രക്ഷപ്പെടുത്തുവാൻ, അവനെ രക്ഷിച്ചെടുക്കുവാൻ കാൽവരി ക്രൂസിൽ അവസാനത്തോടെ രക്തം വരെ ഊറ്റിത്തന്ന് പരമയാഗമായി തീരുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, സ്വന്തം അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? അങ്ങനെയെങ്കിൽ സ്വന്തം പുത്രനെ തകർത്ത് കളവാൻ പിതാവിന് പ്രസാദം തോന്നി. എന്തിനാണെന്നറിയാമോ? അടിമത്തങ്ങൾ അവസാനിപ്പിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ. ആ നിലയിൽ ഇന്ന് നമ്മൾ ആരാന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ ദിവ്യപ്രകാശം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ, യേശുവാകുന്ന വെളിച്ചം നമ്മളെ പ്രകാശിച്ചപ്പോൾ അതുവരെ അടയപ്പെട്ട് കിടന്ന നമ്മുടെ ഹൃദയദൃഷ്ടിയെ കർത്താവ് തുറന്നു. സ്വന്തം എത്രപേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്. അനേക ചുറ്റുപാട് ഈ ദേശവാസികളായി പാർക്കുന്നവർക്ക് വചനത്തിന്റെ വെളിച്ചം എന്തെന്ന് അറിയത്തില്ല, അതിന്റെ പ്രകാശനം എന്തെന്ന് അറിയത്തില്ല. ഇങ്ങനെ വാക്കിൽ നമ്മൾ വായിക്കുന്ന ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ പ്രകാശനം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവം നമ്മെ ഇന്ന് വിളിച്ചു വേദനിച്ചതോർത്ത് എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് അഭിമാനമുണ്ട്, എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെന്ന് രാത്രി. പൂർവ്വപിതാക്കൾക്ക് ഒരുപക്ഷെ ഈ ഒരു ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. അവർ ഈ വിടുതലിനെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അവർ അറിഞ്ഞതിന്റെ പിന്നാലെ പോയി ദൈവഹിതമല്ലാത്തതിന്റെ പലതിന്റെയും പിന്നാലെ അവർ ഓടി. എന്നാൽ അവയുടെ നടുവിൽ നിന്ന് കർത്താവ് വിളിച്ചു വേദനിച്ച ഈ സമൂഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പലവിധമായ ബന്ധനങ്ങൾ, പലവിധമായ അതേ സ്വത്രം ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിലുള്ള കുടുക്കുകളിലേക്ക് ആക്കപ്പെട്ടിരുന്ന കുടുംബങ്ങൾ ഈ ദേശത്തുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യവും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വവും നിമിത്തം ആ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് കുടുംബങ്ങൾ വിടുതൽ പ്രാപിച്ച് ഇവിടെ വിവിധ സഭകളിലായി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കി അനുഗ്രഹിക്കുന്ന അവസരത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെ അരിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. ജീവിതത്തിൽ ഇന്ന് പ്രാരംഭത്തിൽ ഇവിടെ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് ദാസനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, വിളിച്ച് വേദനിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭയിൽ പലതിൽ നിന്നും ഇനിയും വിടുതൽ പ്രാപിക്കേണ്ടുന്ന പലരുമുണ്ട്. ഉദ്ദേശിച്ച ഇവിടെ ഉപയോഗിച്ച വാക്ക് സാക്ഷ്യം നഷ്ടപ്പെട്ട അനുഭവം. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില തലങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ പ്രവൃത്തിയാകുന്ന അതേ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി അയക്കാം. ഇന്ന് രാത്രി വചനം ആ മേഖലകളിൽ ക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്തു തുടങ്ങട്ടെ. സ്വത്രം സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ വചനവുമായി നിൽക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ഇന്ന് രാത്രി ക്രിയ ചെയ്യേണ്ടതിനും ഉൾത്തടങ്ങളിൽ ദൈവാത്മാവ് ഇടപെടേണ്ടതിനും വിട്ടേണ്ടതിനെ വിട്ടുകൊണ്ട് വാസ്തവമായി ദൈവം ആഗ്രഹിക്കുന്ന ദൈവ മനുഷ്യനായി പുറത്തു വരാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഹൃദയങ്ങളോട് ഇടപെടുന്നത് ഇവിടെ ആത്മസാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവിക വിടുതലൂടെ ചലിച്ചു തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ആ ഭാഗത്തെ വാക്യങ്ങൾ ഇങ്ങനെയാണ്: പാപം ചെയ്യുന്നവൻ
പിശാചിന്റെ മകനാകുന്നു. 1 പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം, 1:23 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, സാധാരണ ഒരു മനുഷ്യന്റെ ജനനമാണ് അവിടെ പറയുന്ന കെടുന്ന ബീജം എന്നുള്ളത്. സ്തോത്രം. അങ്ങനെ ഒരു ജനനമാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. സ്തോത്രം. എന്നാൽ അത് സാധാരണ രീതിയിൽ ആ നിലയിൽ ജനനം പ്രാപിച്ചവരുടെയൊക്കെയും ജീവിതത്തിൽ അവരെപ്പോഴാണോ ദൈവാത്മാവിന്റെ സ്വാധീനത്താൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ അവർ കാലമേറിയ പശ്ചാത്താപമുണ്ടായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി നാഥനുമായി സ്വീകരിക്കുന്നത്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും ജനനം എന്ന് പറയുന്നത്. സ്വന്തം നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട് എങ്ങനെ നടക്കും അല്ലെ? ആ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ പറയുന്നു അതേ സ്വന്തം മറ്റേ സാധാരണ രീതിയിലുള്ള ജനനം നടക്കുന്ന ബീജത്തെ കുറിച്ച് പറയുന്നത് കെടുന്ന ബീജമാണ്. അതൊരു അല്പസമയം കഴിയുമ്പോൾ അതിന്റെ ജീവൻ നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ പറയുക കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇത് നശിച്ചു പോകുന്നതല്ല ഈ വചനം. സ്വതന്ത്രം. ഇത് നിലനിൽക്കുന്നതാണ്, ഇത് ജീവനുള്ളതാണ്. സ്വതന്ത്രം. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. അങ്ങനെ വചനം കേട്ട ഉള്ളത്തിൽ പാപബോധമുണ്ടായി പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവസനെ മാനസാന്തരപ്പെടുന്നവരെ കുറിച്ച് സ്വർഗ്ഗം സന്തോഷിക്കുന്നു. അല്ലാതെ പെട്ടെന്നുള്ള ഏതെങ്കിലും ഒക്കെ ഒരു പ്രതിമാസത്താൽ ഒരു പുതു തീരുമാനം എടുത്തുകൊണ്ട് കൈവക്കാന്ന് പറയുമ്പോൾ കൈവക്കുന്നവരെയല്ല ദൈവത്തിന് വേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. ഏതോ ഒരു പ്രത്യേകമായ ആവേശത്തോടെ യേശു കർത്താവിനെ ഞാനും രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ വചനം ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ വചനത്തിലൂടെ ഹൃദയത്തിൽ ഒരു പരിച്ഛേദനയേറ്റ് പാപജീവിതത്തെ കുറിച്ച് വ്യക്തമായി ഒരു ബോധ്യം വന്ന് മാനസാന്തരപ്പെടുന്ന അനുഭവം, അങ്ങനെയുള്ളതാണ് വചന നിമിത്തമുള്ളതായ വീണ്ടും ജനനം. സ്വന്തം മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ആ നിലയിലാണ് ദൈവത്തിന്റെ സ്വത്രം. അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വത്രം റോമാലേഖനം 10:9 സ്വത്രം അവിടെ കാണുന്നു. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും റോമാർ 10:9 ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വായ് കൊണ്ട് ഏറ്റുപറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു യേശു കർത്താവ് ആരാണെന്നുള്ളത്. സ്വന്തം ആ നിമിഷം എന്ത് ചെയ്യുക? രക്ഷിക്കപ്പെടുക. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്വന്തം 10ാം ക്ലാസ്സിലൊക്കെ ആയില്ല, ഇനി എന്താണ് സ്നാനപ്പെടുന്നത്? സ്വന്തം. അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോ അന്നായി ഇപ്പൊ അതിന്റെ ഒരു കുറവ് സ്വന്തം. ചിലപ്പോ +2-ലായിരിക്കും. സ്വന്തം. അപ്പൊ ഇതുവരെ സ്നാനപ്പെട്ടു, ഇതുവരെ അഭിഷേകം പ്രാപിച്ചില്ല, ഇതുവരെ ഇനിയിപ്പോ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനൊക്കെ ഉള്ള സ്നാനങ്ങളും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിന്റെ അർത്ഥം. സ്വന്തം വചനം ക്രിയ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ശരിയായ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ അതിന് മനസ്സിലാകുന്ന രീതിയിൽ അറിയിക്കുന്ന ഒരു വാക്കുണ്ട്. സ്വത്രം. എന്റെ ആലയത്തിൽ കല്ലുകൾ വെച്ച് അത് പണിയുമ്പോൾ സ്വത്രം ശബ്ദം കേൾക്കാതിരിപ്പാൻ എന്റെ ഭാഷ ഞാൻ മനസ്സിലാക്കി തരിക. സ്വത്രം. അത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അതിന് എന്ത് ചെയ്യണം? അതിന്റെ കുറവ് തീർക്കണം. സ്വത്രം. ഒരു ഇഷ്ടികയ്ക്ക് എത്ര മുഖമുണ്ട്? കുടിച്ചായ സ്വത്രം. ഒരു ഇഷ്ടികയ്ക്ക് 6 മുഖമുണ്ട്. സ്വത്രം. ഈ കെട്ടിടത്തിന്റെ സിമെന്റ് തേച്ചിരിക്കുന്ന ഈ അകത്തെല്ലാം ഏതായാലും ഒരു ഭാവന കണ്ട ഇഷ്ടിക 6 മുഖങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം എങ്ങും തൊടാൻ നിൽക്കുന്നുണ്ടോ? അത് മനസ്സിലായോ? അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം അത് 6 ഭാഗവും കണക്റ്റഡ് ആണ്. ഇതുപോലെയാണ് ഒരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ സ്വതന്ത്രം ആ ശരിയായ മാനസാന്തരം എന്ന് പറയുമ്പോൾ സ്വതന്ത്ര വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി തങ്ങളുടെ അതുവരെയുള്ള ജീവിതത്തിന്റെ ആ അനുഭവങ്ങളെ എല്ലാം യേശുക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്വതന്ത്ര ആ ഒരു പുതിയ മനുഷ്യനായി തീരുന്നതിനെയാണ് തിരുവെഴുത്ത് പറയുന്നത് വീണ്ടും ജനനം. അങ്ങനെ രക്ഷ പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവനെ സംബന്ധിച്ച് അവനെ വിളിക്കുന്ന പേര് ദൈവത്തിന്റെ പൈതൽ, ദൈവജനം എന്നാണ്. സ്വത്രം. ആ ആശയം അത്രയും കൊണ്ടുവന്നത് ആ ദൈവ മക്കൾ എന്നുള്ള അവകാശം. അതേ സ്വത്രം അല്ലേ? അത് നമുക്ക് മറ്റൊരു വാക്കിൽ കാണുന്നുണ്ടല്ലോ. സ്വത്രം. ഈ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം തന്നിരിക്കുന്നു എന്നുള്ളത്. സ്വത്രം അല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു. അതാണ് ദൈവമക്കൾ. അപ്പോൾ ആ ഒരു അഭിമാന
നോക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പോരായ്മകളോ കുറവുകളോ വരാൻ സാധ്യതയുണ്ടോ? പാപജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് സ്തോത്രം സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ആ രണ്ട് വാക്കുകളിലെ സെന്റൻസുകൾ സ്തോത്രം ദൈവ മക്കളാകുവാൻ അധികാരം ലഭിച്ചവരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയാനുള്ള അവസരമാണ് പരിശുദ്ധമായി നൽകുന്നത്. ഒരു ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്ന നിന്നിൽ ദൈവഹിതമല്ലാത്തത് തുടരാൻ പാടില്ല. ദൈവസ്ഥലിൽ പുതിയ സൃഷ്ടിയായി തീർന്നെങ്കിൽ അതിനെക്കുറിച്ച് വെറുതെ വായിക്കുന്ന ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലം പുതുതായി തീർന്നു. പഴയ സൃഷ്ടി, പഴയ ജീവിതം ക്രിസ്തുവിലാകുന്നതിന് മുമ്പതിനെ കുറിച്ച് തിരുവെഴുത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, അതിനെ പഴയ തുരുത്തി എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു പകലും ദൈവാത്മാവ് നമുക്ക് നൽകിയത്. സ്തോത്രം നോക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കഴിഞ്ഞകാല ജീവിതമില്ലേ, അതാ പഴയ തുരുത്തി. സ്തോത്രം. ആ തുരുത്തിയുടെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുമ്പോൾ പറഞ്ഞത് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ ആ തുരുത്തി എന്ത് ചെയ്യും? പൊളിയും. പുതിയ വീഞ്ഞ് എന്ത് ചെയ്യും? ഒഴുകിപ്പോകും. പുതിയ വീഞ്ഞ് എപ്പോഴും എതിരാകണം പുതിയ തുരുത്തി. പുതിയ തുരുത്തി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ക്രിസ്തുവിനായ പുതിയ സൃഷ്ടി. എന്താ ആ തുരുത്തിയുടെ പ്രത്യേകത? പഴയ മനുഷ്യനാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ ആ തുരുത്തിയെ സംബന്ധിച്ച് അതിനകത്ത് പകർന്ന വീഞ്ഞിന്റെ വീര്യം നിമിത്തം അത് മാക്സിമം വികസിച്ചിരിക്കുക. ആ തുരുത്തി അതിലേക്ക് പുതിയ വീഞ്ഞ് പകരുമ്പോൾ ആ പുതിയ വീഞ്ഞിന്റെ വീര്യം നിമിത്തം ആ തുരുത്തി പിന്നെ വികസിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ഓൾറെഡി മാക്സിമം വികസിച്ചിരിക്കുന്നതിനാൽ പിന്നെ അങ്ങ് വികസിക്കാൻ കഴിയത്തില്ല. അതെന്ത് ചെയ്യും? ഒളിഞ്ഞു പോകും. തുരുത്തി നശിച്ചു പോകുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വീഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയെങ്കിൽ പുതിയ മനുഷ്യനായി തീർന്നു, ഒരു ദൈവവൈതലായി തീർന്നു എന്ന് അഭിമാനിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയട്ടെ, സ്തോത്രം. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾ ഇന്നും തുടരുന്നെങ്കിൽ, ഏതിനോടെങ്കിലുമൊക്കെ ഇനിയും അതേ സ്തോത്രം വിട പറയാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധ ആ മേഖലയിലാണ് ഈ വചനത്തിന്റെ പ്രവൃത്തി അയക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വയമായി തീരുമാനമെടുത്ത് ഇനി വേണ്ടാൻ വേണ്ട എന്ന് പലപ്പോഴും തീയതികൾ വരെ എഴുതി വെച്ച് അതെ പുതിയ ഒരു തീരുമാനത്തോടെ ഇരിക്കുമ്പോൾ പലപ്പോഴും പിന്നെയും പ്രലോഭനങ്ങളോ പ്രീണനങ്ങളോ അതിനായിട്ടുള്ള സ്വാധീനങ്ങളോ ഒക്കെ കടന്നു വന്ന് പലപ്പോഴും അരുതാത്തതായ വാക്കുകൾ നാവിൽ തന്ന് കോപം കൊണ്ടുവന്ന് ചിലപ്പോൾ നുണ പറയാൻ കൊണ്ടുവന്ന സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഈ പ്രഭാഷണത്തിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന 18 കൂട്ടം കാര്യങ്ങളിൽ അവസാനത്തെ 9 കൂട്ടം കാര്യങ്ങളിലുള്ള കാര്യമായതെല്ലാം സ്തോത്രം. അവിടെ ഒന്നെഴുതിയിരിക്കുന്നത് കോപിക്കരുത്, രണ്ടാമത്തത് മോഹിക്കരുത്, മൂന്നാമത്തത് നുണ പറയരുത്, നാലാമത്തത് പ്രതികാരം ചെയ്യരുത്, അഞ്ചാമത്തത് സ്തോത്രം അവിടെ എഴുതിയിരിക്കുക പണത്തെ സ്നേഹിക്കരുത്, ആറാമത്തത് ഉപവസിക്കുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ മാനം അന്വേഷിക്കരുത്, അടുത്തത് പ്രതികാരം ചെയ്യരുത്, സ്നേഹിക്കുന്നതിൽ പക്ഷാഭേദം കാണിക്കരുത്, ഒടുവിൽ വിധിക്കരുത്. സ്തോത്രം. വിചാരപ്പെടരുത്, വിധിക്കരുത്. അങ്ങനെ 9 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് കയ്യൊന്നും പോക്കണ്ട. സ്തോത്രം. ഒന്ന് മനസ്സാക്ഷിയിൽ ചോദിക്കണം, ഇന്നും കോപിക്കാറുണ്ടോ? ഇതിനോടൊക്കെ ഒരു മോഹം ഇന്നും ഉണ്ടോ? സ്തോത്രം. പണത്തെ സ്നേഹിക്കാറുണ്ടോ? സ്നേഹിക്കുന്നതിൽ പക്ഷാഭേദമുണ്ടോ? ചിലരോട് മാത്രം ഒരു അല്ലെ പ്രത്യേക മമത. റാഹേൽ ആർക്കായിരുന്നു? യാക്കോബിനോട് പ്രത്യേക സ്നേഹം, റിബേക്കയ്ക്ക് അല്ലേ? സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം. സ്നേഹിക്കുന്നതിൽ പക്ഷാഭേദം. അടുത്തത് പ്രതികാരം ചെയ്യുക. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്ന്. സ്തോത്രം. ഇങ്ങനെ ഒന്നും ദൈവമക്കൾക്ക് പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വേറൊരു സ്തോത്രം. വിചാരപ്പെടരുതെന്ന്. വിചാരപ്പെടരുത്. 7:1 മത്തായി 7:1
വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന അളവിൽ നിങ്ങളെയും വിധിക്കും. സ്വത്രം സ്വത്രം വിധിക്കരുത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ ഈ ഏതാണ്ട് 9 കൂട്ടം കാര്യങ്ങൾ മനസാക്ഷിയോട് ചോദിക്കണം ഇന്ന് രാത്രി. ദൈവ പൈതൽ എന്ന് അഭിമാനിക്കുന്ന എന്റെ ജീവിതത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ സ്വാധീനമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പിശാചിനെ പ്രവർത്തിപ്പാൻ പലപ്പോഴും അവസരങ്ങൾ, വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തികളെ അഴിപ്പാനാ കർത്താവ് ഇവിടെ വന്നത്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ്. സ്വതന്ത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന അടുത്ത ഭാഗം അതിനെ ഇംഗ്ലീഷിലൂടെ നോക്കുമ്പോഴത്തേനും ഇങ്ങനെയാണ്: The one who practices sin is of the devil. The one who practices sin is of the devil and takes his inner character and moral values from devil, not God. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ താഴെ എഴുതിയിരിക്കുക: For the devil has sinned and violated God's law from the beginning. The Son of God appeared for this purpose to destroy the works of the devil. ഇത് ആംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ളതാണ് കേട്ടോ. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഈ അഭിമാനിക്കുന്ന ദൈവമക്കളിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളും, ഇത് ദൈവത്തിൻ്റെതല്ല. സ്വതന്ത്രം. ഇത് പിശാചിന്റെ സ്വാധീന വലയങ്ങളാ. ചിലരെ സംബന്ധിച്ച് അവരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു, ഒരുപക്ഷെ കൃപകളും കാണും. എന്നാലും ചിലതിനോട് അടിമപ്പെടുകയാ. സീരിയല് ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ്. സീരിയൽ, ചിലർക്ക് സിനിമയോടുള്ള അഡിക്ഷൻസ്, അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതെല്ലാം ഓരോ സ്പിരിറ്റുകളാണ്, ഈവിൾ സ്പിരിറ്റുകളാണ്. ആ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 8:28 മുതലും, മർക്കോസിന്റെ സുവിശേഷം 5:1 മുതലും, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാം വാക്യം മുതലും പ്രത്യേകമായ ഒരു സംഭവം തന്നെ 3 പേരും വ്യത്യസ്തമായ രീതിയിൽ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8:28, മർക്കോസ് 5:1, ലൂക്കോസ് 8:26. ഏതെങ്കിലും ഒരു ഭാഗം വായിക്കാം. അവൻ അക്കരെ ഗദരേലിന്റെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാനും. അവർ നിലവിളിച്ചു: ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കങ്ങനെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഈ ഭാഗം തന്നെ അവിടെ 2 പേരെയാണ് അദ്ദേഹം എടുത്ത് എഴുതിയിരിക്കുമ്പോൾ 2 പേരെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അടുത്ത മത്തായിയുടെ മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തിലും അവിടെ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ലൂക്കോസിന്റെ ഭാഗത്തേക്ക് എന്താണ് 8-ാമത് 20-ാം. അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്നും അത് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകൾ അത്രേ ആയിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. ഒരു നിമിഷം, താങ്ക് യു. ഈ 3 വേദഭാഗങ്ങളിലും ദേശങ്ങളുടെ പേരെഴുതിയപ്പോൾ 2 വ്യത്യസ്ത ദേശങ്ങളുടെ പേരാണ്. ഒരിടത്ത് എഴുതിയിരിക്കുന്ന ഗദരേനരുടെ ദേശം അല്ലേ, മത്തായിലും. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം നമ്മളിപ്പോൾ വായിച്ചെടുത്ത ഗെരസേന്യ. സത്യത്തിൽ ആ ഭാഗം വായിച്ചു വരുമ്പോഴത്തേനും ആ പന്നികളിലേക്ക് കടന്ന ഭൂതം ചെന്ന് ചാടിയത് എവിടാ? അതിന്റെ ഒട്ട ഭാഗം ഏത്? എന്നാൽ ഗലീല കടലാണ്. ഗലീല. അപ്പൊ ഇത് മാപ്പെടുത്തി വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ പറയുന്ന ഗദരേനരുടെ ദേശം എന്ന് പറയുന്ന ഭാഗം 5 മൈൽ ദൂരമേ ഉള്ളൂ. എന്നാൽ അടുത്തത് ഗെരസേന്യ എന്ന് പറയുന്ന ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ വരേണ്ടുന്ന പേരേതാ? ഗദരേന്യരുടെ എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ചരിത്രങ്ങൾ ഒന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. ഓട്ടെ, അപ്പോൾ ഇവിടെ ഈ ഗദരേന്യരുടെ ദേശം എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. ആ ദേശത്തേക്ക് യേശു കർത്താവ് കടന്നു വരുമ്പോൾ അവിടെ വരുന്നത് മറ്റാരും അറിയുന്നതിന് മുമ്പ് തന്നെ ഒരാളിൽ അറിയുകയാണ്. സ്വന്തം ആ മനുഷ്യൻ അത് കണ്ടേച്ച് അവിടുന്ന് ഓടി വരിക. വായിച്ചത് ആ ഭാഗം ഇങ്ങനെ കണ്ടത്: യേശു കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് യേശുവിനെ എതിർപ്പെട്ടു അല്ലെ, എതിർപ്പെട്ടു. സ്വന്തം അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രയായിരുന്നത്. ഞാൻ പറഞ്ഞ ആ ഭാഗ കണക്ഷൻ നിങ്ങൾ ഓർമ്മയിൽ കാണണം. സ്വതന്ത്ര
വചനത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചു. യേശു കർത്താവിനെ രക്ഷിതാവ് കർത്താവ് നാഥനുമായി സ്വീകരിച്ചു. ജഡത്തിന്റെ പ്രവർത്തികളോട് വിട പറഞ്ഞു. ആത്മാവിന്റെ ഫലമുള്ളവരായ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കൂട്ടം ആ ദൈവമക്കൾ സന്തോഷത്തോടെ കർത്താവിനെ ബന്ധപ്പെടുത്തിയാട്ടെ. എന്നാൽ പലപ്പോഴും സ്വാധീന മണ്ഡലങ്ങൾ പലരെയും ആ ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ മേൽ ഇന്ന് രാത്രി ജയം പ്രാപിക്കുക പരിശുദ്ധാത്മാവിനെ വചനത്തിലൂടെ ദൈവാത്മാവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇവിടെ ഒരു മനുഷ്യൻ അവൻ മരിച്ചിട്ടില്ല, പക്ഷെ അവൻ പാർക്കുന്നത് എവിടെയാണ്? ശവക്കല്ലറകളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെ മറവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അത് ഗുഹകൾ, കേവുകളായിരിക്കും ഗുഹകൾ. ആ ഗുഹകളുടെ പ്രത്യേകത അതിൽ രണ്ട് ഭാഗങ്ങളായിട്ട് കാണും. ഒന്ന് ശവത്തെ കൊണ്ട് വെക്കുന്ന ഭാഗം, അതിന് ഇപ്പുറത്തെ ഭാഗത്ത് ഓപ്പൺ ആയിരിക്കും. സാധാരണ ഇതിൽ അത് ഫാമിലിയിൽ ഇനി ആരെങ്കിലും കുടുംബക്കല്ലറകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അടുത്തയാൾ വരുമ്പോൾ അടുത്ത ഭാഗത്ത് വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് മാനസികമായ രോഗികൾ, പിന്നെ ഈ കുഷ്ഠരോഗികളായിട്ടുള്ളവർ, ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ഭൂതബാധിത, ഇവരെല്ലാം പോയി അഭയം പ്രാപിക്കുന്ന എവിടെ? അതിനകത്ത് വീടുകളിൽ അവർ പാർക്കുന്നില്ല. ഇങ്ങനെയുള്ളടത്ത് അതുപോലെയാണ് ഈ വ്യക്തിയെ കാണുന്നത്. ഇവന്റെ പാർക്ക് എവിടെയായിരുന്നു? കല്ലറകളിലായിരുന്നു. സ്വന്തം ഇതിനകത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു ആഴമേറിയ മണ്ഡലമുണ്ട്. സ്വന്തം മറ്റൊന്നുമല്ല, ഇവന് ജീവനുണ്ട്. ഇവൻ നല്ലൊരു യൗവനക്കാരനാ. ഇവൻ മറ്റുള്ളവരെ പോലെ ഒക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാ. പക്ഷെ അവനെ സ്വാധീനിച്ച ചില മണ്ഡലങ്ങളിൽ അവനാ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി അവനെ തീർത്തു. മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവൻ പലപ്പോഴും വ്യാപൃതനായി. ഈ 3 ഭേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവനെ ആർക്കും ബന്ധിച്ചുകൂടാതെ, അല്ലേ? വായിക്കുന്നുണ്ടോ? ചങ്ങലകളിൽ അവനെ ബന്ധിച്ചാൽ പോലും അതിനെ എന്ത് ചെയ്യും? അത് ഉരുമി അതിനെ ഒടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. സ്വത്രം ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. സ്വത്രം പൈശാചിക സ്വാധീനത്താൽ ദൈവികമായ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് ഒരുപക്ഷെ ദൈവത്തിനും ദൈവവേലയ്ക്കും ദൈവസഭയ്ക്കും വിരോധമായി പോലും വാക്കുകളും പ്രവൃത്തികളുമായി വെളിപ്പെട്ടു നിൽക്കുന്ന ചില വ്യാപാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു മാറുന്നത് ദൈവസഭയ്ക്ക് തന്ന വെളിപ്പാടിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വചനം അതിന്റെ ക്രിയ ചെയ്യുന്നത് ഇവിടെ ദൈവാത്മാവിനെ തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ പാർപ്പ് എന്ന് പറഞ്ഞാൽ അവൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവനെ കല്ലറ കയറ്റി. സ്വന്തം അവൻ ജീവനുള്ളവനാണെന്ന് പേരുണ്ടെങ്കിലും അവനെ സത്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന സമയം പോലെ മരിച്ചവനെ പോലെ അവനെ സ്വന്തം എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത് കാണുന്നുണ്ട്. സ്വന്തം അതേ ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ആരാ? ഉറങ്ങുന്നവനെ. സ്വന്തം അവൻ ഉറങ്ങുന്നതേ ഉള്ള ആക്ച്വലി. സ്വന്തം അവൻ മരിച്ചിട്ടില്ല, പക്ഷെ കിടപ്പവിടാ മരിച്ചവരുടെ കൂടെയാ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഇതുമായിട്ട് കണക്ഷൻ ഉള്ള പല ഭാഗങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20 7-ാം വാക്യം പോലൊക്കെ വായിക്കുന്നിടത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂത്തിക്കോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉറങ്ങുന്നത് നമുക്ക് കാണാം. വചനം കേൾക്കുന്നു, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ 3-ാം നിലയിൽ നിന്ന് അവൻ താഴെ വീഴുന്നു. ആ ഭാഗങ്ങളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുക. സ്വത്രം എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ പലതാ. വചനമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ ജീവിതത്തെ ക്രമീകരിക്കാനോ പലപ്പോഴും കഴിയാതെ അതേ പൈശാചികമായ പല പ്രവണതകളിലേക്കും പതുക്കെ അതേ സ്വത്രം സ്വാധീനിക്കപ്പെട്ട് ഒടുവിൽ അവന്റെ ജീവൻ എടുക്കുന്നത് വരെ അവൻ അറിഞ്ഞില്ല. എന്നാൽ ഈ നിലയിൽ അനുഭവത്തിൽ കടന്നുപോയതിനെ വിടിവിക്കുവാൻ ഒരു ക്ഷണം കിട്ടാൻ നോക്കി നിൽക്കാതെ യേശു ഗദരേനയുടെ ദേശത്തെത്തി. മനസ്സിലായോ? ഒരാൾ വിളിച്ച ചിഹ്ന പോലെ ഒരാളിവിടെ വിടുവിക്കണേ എന്ന് പറഞ്ഞിട്ടല്ല യേശു കർത്താവ് പോയത്. ഇത് മനസ്സിലാക്കിയ കർത്താവ് അവനെ വിടുവിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആ പുറപ്പെടലുകൾ തന്നെ ചില ദൈവപ്രവർത്തികളെ കാണാനിടയായി. മറ്റൊന്നുമല്ല, ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. തൊട്ട് മുമ്പുള്ള മാസത്തിലുണ്ട് സ്വത്ര ശിഷ്യന്മാരുമായി പടകിൽ കയറി. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് 8:22 ഒരു ദിവസം അതിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കാര്യം പറഞ്ഞില്ല. സ്വത്രം യേശു കർത്താവിന് അറിയാം ഒരു വിടുതൽ നടക്കാറുണ്ട്. സ്വത്രം ഈ ഉപവാസ പ്രാർത്ഥന ചുമ്മാ ഹൃദയത്തിൽ നമുക്ക് തോന്നിയിട്ട് വെച്ചതാണെന്നുണ്ടോ?
അല്ല, ഈ ദേശത്ത് കാണപ്പെടാത്ത മണ്ഡലങ്ങളിൽ ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആ മണ്ഡലങ്ങളിൽ ദൈവാത്മാവിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ ആത്മനിറവിൽ ദൈവസന്നിധിക്കുന്ന ദൈവമക്കൾ അതിവിടെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ തുടക്കമേ അവർ പ്രത്യേകിച്ച് കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര മുമ്പോട്ട് പോയപ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി. എന്ത് സംഭവിക്കുന്നു? അടുത്തത് പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അനുഭവത്തിലായി. ഞാൻ പറയുന്നതിന്റെയൊക്കെ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലായോ? ഒരു വിഷയത്തിന് വേണ്ടി ദൈവനിയോഗം ഇല്ലാതൊക്കെ കയറിയില്ലേ സ്വതന്ത്രം പ്രാർത്ഥിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുന്ന ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചല്ലേ വായിക്കുന്നുണ്ട്. സ്വതന്ത്രം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അഭിഷേകത്തോടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പോകുന്നിടത്ത് പോലും ആ ഉദ്ദേശങ്ങൾ സാധിക്കരുതെന്ന് പറഞ്ഞ് ആ വഴിയിൽ അവരെ തകർത്തു കളയത്തക്ക നിലയിൽ ഉത്തരന്റെ സ്വാധീന മണ്ഡലങ്ങൾ അതിന്റെ മുഴുവനത്തോടെ പ്രവർത്തിച്ചെങ്കിലും ഈ സകലത്തെയും ഒരൊറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ച അതേ ആകാശത്തെ ഭൂമണ്ഡലങ്ങളെ ചരാചരങ്ങളെ കാണപ്പെടുന്നവയെ കാണപ്പെടാത്തവയെല്ലാം ഉളവാകട്ടെ എന്ന് ഒറ്റ വാക്കിനാൽ നിർമ്മിച്ച കർത്താവ് അധികാരമുള്ളവൻ ഇന്ന് രാത്രി സ്വന്തം ഈ മതിലത്തോടെ മനസ്സിലാക്കണം. സ്വന്തം സംഗീതക്കാരൻ പറയുന്നു, അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുക, യേശുവിനെ പോലും ഉറക്കിക്കളഞ്ഞു. ഹലോ, സ്വതന്ത്രം 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 യേശുവിനെ പോലും ഉറക്കിക്കളഞ്ഞു. കാരണം ആ ഉണർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. സ്വതന്ത്രം ഇവരെ തകർക്കാനോ മുക്കാനോ കഴിയത്തില്ല, പടകിൽ വെള്ളം കയറ്റാനോ ചുള്ളിക്കാറ്റ് കൊണ്ടുവരാൻ കഴിയത്തില്ല. യേശുവിനെ ഉറക്കി എന്ന് സ്വതന്ത്രം. എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾ വചനത്തിൽ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ്. യേശു കർത്താവിനെ അവർ എഴുന്നേൽപ്പിച്ചു. സ്വതന്ത്രം. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? സ്വതന്ത്രം പറഞ്ഞത് ഈ യാത്ര ഇനിഷ്യേറ്റീവ് എടുത്തത് യേശു കർത്താവ്. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത് യേശു കർത്താവ്. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഇനിഷ്യേറ്റീവ് മുഴുവൻ യേശു കർത്താവാണെങ്കിൽ ഇത് വഴിവെച്ച് തകർക്കാനല്ല, ദൈവിക പദ്ധതി നിങ്ങളുടെ നിറവേറ്റാൻ. സ്തോത്രം. ഏതെല്ലാം വിധത്തിൽ ശത്രുവായവൻ അവന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഒതുക്കാനോ ഒടുക്കിക്കളയാനോ നോക്കിയാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നിറവേറത്തുള്ളൂ. ആത്യന്തിക വിജയം യേശുക്രിസ്തുവിനായിരിക്കും. ഹല്ലേലൂയ. യേശുവിനെ ഉയർത്തി ഉണർത്തി. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? അവിടെ പറയുന്ന ഭാഗം, യേശു എഴുന്നേറ്റ്. അപ്പൊ ഇത് വെള്ളം ഈ പടകിലോട്ട് കയറാൻ കാരണം ഈ അലകളല്ല. പുറമേ നോക്കുമ്പോ അലകളാണ്, പക്ഷെ അതിന്റെ പിന്നിൽ സ്വാധീനിച്ച ഒരു കാറ്റുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രശ്നത്തിന്റെ മൂല കാരണം എന്തെന്നറിയണം. വെറുതെ പുറമേയുള്ള ചികിത്സ കൊണ്ട് രോഗം പൂർണ്ണമായി മാറണമെന്നില്ല. കരങ്ങളെത്തി കർത്താവിന് രക്തത്താൽ വചനത്താൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. വിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഏതെല്ലാം ഫലങ്ങളിൽ ഇന്ന് രാത്രി ഈ ജീവിതങ്ങൾ വിടുത പ്രാപിക്കാറുണ്ടോ അവരുടെ ദേഹം ദേഹി ആത്മമണ്ഡലങ്ങളിൽ ഈ വചനത്തിന്റെ ക്രിയകൾ ചെയ്തെടുക്കാതെ വിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കർത്താവേ. ഹല്ലേലൂയ. യേശു കർത്താവ് എഴുന്നേറ്റു. കാറ്റിനെയും വെള്ളത്തിന്റെ കോപം എങ്ങനെയുണ്ടായി? അതൊരു കാറ്റിനാൽ ഉണ്ടായി. അപ്പൊ ശ്വാസിക്കേണ്ടത് എവിടെയാണെന്ന് കർത്താവിന് അറിയാം. അതിനെ ശ്വാസിച്ചു. അതിന്റെ പിന്നിൽ വ്യാപരിച്ച മണ്ഡലങ്ങൾ, സ്വാധീന മണ്ഡലങ്ങളെ ശ്വാസിപ്പാടയായി. എന്ത് സംഭവിച്ചു? കർത്താവിന് മഹത്വം കരയേറ്റിയാണ്. ഹല്ലേലൂയ. അവ അമർന്നു, ശാന്തതയുണ്ടായി. അവ അമർന്നു. വിശ്വാസത്തോടെ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരുന്നാൽ പോലും ഉറക്കം കൊണ്ട് വന്നിട്ട്, പലപ്പോഴും ക്ഷീണം കൊണ്ട് വന്നിട്ട് വചനമെടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും അത് കഴിയാതെ വണ്ണം അത് ഒതുക്കുന്ന മണ്ഡലങ്ങളിലെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭ ജയം പ്രാപിക്കട്ടെ. ആത്മീയമായി ഉണർവിയാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ശക്തിയോടെ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആത്മീയ ഉണർവിന് കഴിയാൻ ഉണർവിലേക്ക് നയിപ്പാൻ കഴിയാതെ വണ്ണം ഒരുക്കപ്പെട്ട സ്വാധീന മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ളതാവത് ഇന്ന് രാത്രി ിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി ഇന്ന് രാത്രി ദൈവവചന വിടുതലുകളെ ചെയ്തതായി
ശാന്തത വന്നു. അവര് തുറമുഖത്ത് ഇറങ്ങിയ ഉടനെ ആ ഭൂതഗ്രസ്തൻ ഓടി വന്നു. പല കാര്യങ്ങളും അവിടെ ഉണ്ട്, ഞാൻ അത്രയും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്ര ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വതന്ത്ര അവൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാ, ഞങ്ങളെ സമയത്തിന് മുമ്പേ എന്ത് ചെയ്യരുത്, ദണ്ഡിപ്പിക്കരുത്, ഞങ്ങളെ ഈ ദേശം വിട്ടു പോകാൻ. അവിടെ ചില വാക്കുകൾക്ക് ഭയങ്കര അർത്ഥമാണ്. ഞങ്ങളെ ഈ ഒരു ടെറിട്ടറി വിട്ടു പോകാൻ പറയരുത്. സ്വതന്ത്ര ഒരു കാര്യം, അടുത്ത് തന്നെയുള്ള അശുദ്ധ മൃഗം അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത മൃഗം സ്വതന്ത്ര ആ പന്നികളിലേക്ക് കടക്കാൻ കൽപ്പിക്കണം. പോയിക്കൊള്ളാൻ പറഞ്ഞു. സ്വതന്ത്ര ഈ മനുഷ്യന്റെ മേലുണ്ടായിരുന്ന 6000 ഭൂതങ്ങൾ അവനെ വിട്ട് ഈ പന്നികൾ 2000-ഓളം പന്നികളിലേക്ക് കയറാനിടയാണ്.